ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. റൊമാരിയോ ഷെപ്പേഡിൻ്റെ അവസാന ഓവറിലെ രണ്ടാം പന്ത് ബൗണ്ടറിയിലേക്ക് പായിച്ചിട്ട് ഇന്ത്യക്ക് സെമി ടിക്കറ്റും നൽകി അയാൾ ആ ക്രീസിൻ്റെ നടുവിലെ കുമ്പിട്ട് നിന്നു. ഈഡനിലെ ആകാശത്തേക്ക് നോക്കി അയാൾ കുരിശു വരച്ചു. അയാളുടെ മുഖത്തപ്പോൾ വികാര വിക്ഷോഭങ്ങളുടെ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ കാണാമായിരുന്നു. അതിന് പെയ്തൊഴിയാൻ സമയം കൊടുക്കാതെ തുടക്കത്തിൽ തന്നെ അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. സഹതാരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അയാളെ അനുഗമിച്ചു. രാജ്യത്തെ 140 കോടി ജനങ്ങളും അയാളെ പരതി. എല്ലാ ക്യാമറ കണ്ണുകളും ഡ്രസ്സിംഗ് റൂമിലോട്ട്. ഈ ദിവസത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പടച്ചോനും പ്രവാചകനും ആ മലയാളിയായിരുന്നു. സഞ്ജു വിശ്വനാഥ് സാംസൺ, നമ്മുടെ സഞ്ജു സാംസൺ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. അവഗണനയ്ക്ക് ശേഷം ചോദിച്ചു വാങ്ങിയ അവസരം കളഞ്ഞു കുളിച്ചവൻ അഭിഷേക് ശർമ്മയ്ക്ക് അസുഖമായപ്പോൾ മാത്രം ആദ്യം 11-ൽ ഇടം നേടിയവൻ, ഇടം കയ്യന്മാർ നിറഞ്ഞ ടോപ്പ് ഓർഡറിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം രണ്ടാമതൊരു അവസരം കിട്ടിയവൻ, സെൽഫിഷ് അല്ലാതെ ബാറ്റ് ഏന്തി ചെറിയ സ്കോറുകളിൽ വീണപ്പോഴും വിമർശനത്തിൻ്റെ മുൾക്കിരീടം തലയിൽ വീണവൻ, ക്യാപ്റ്റൻ സൂര്യയുടെ ട്രോൾ കോമഡിക്ക് പാത്രമാകേണ്ടി വന്നവൻ, ന്യൂസിലാൻഡിനെതിരെ കാര്യവട്ടത്തും വീണുപോയതിൻ്റെ 28 ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് അയാളുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് അയാൾ തൻ്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനാണ് നമ്മുടെ ദാദയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോൾ വമ്പൻ സമ്മർദ്ദത്തിലും പതറാത്ത മനസ്സുമായിട്ട് അയാൾ ക്രീസിൽ ഉറച്ചു നിന്നു. കൂടെയുള്ളവരൊക്കെ ഓരോരുത്തരായിട്ട് കൂടാരം കയറി. ആർത്തിരുമ്പുന്ന ഗാലറിയെ സാക്ഷിയാക്കിയിട്ട് ഒറ്റയ്ക്ക് ഒരു വൻമതിൽ പോലെ അയാൾ ആ ടീമിനെ താങ്ങി നിർത്തി. സെഞ്ചുറി എന്ന നാഴികക്കല്ലിനെ തൊട്ടടുത്ത് വെച്ച് മത്സരം അവസാനിപ്പിച്ചെങ്കിലും അതിനേക്കാൾ മാധുര്യവും മൂല്യവുമുള്ളതായിരുന്നു സഞ്ജുവിൻ്റെ ഈ 97 എന്ന ഇന്നിങ്സ്. അത് എന്താ പറയുക, റൺസുകളുടെ കണക്കെന്നൊന്നും പറയാൻ പറ്റില്ല, മറിച്ച് ടീമിനെ വിജയതീരത്തേക്ക് എത്തിക്കാൻ കാണിച്ച ഉത്തരവാദിത്വത്തിൻ്റെ അടയാളം. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വിരമിക്കലിൻ്റെ കളി കണ്ടതിന് ശേഷം ഇത്രയും ടെൻഷൻ അടിച്ചൊരു കളി കണ്ട വേറൊരു ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴേക്കും സഞ്ജു ഔട്ടാവല്ലേ എന്നുള്ളൊരു എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല. എന്തിനാണ് അയാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നും മനസ്സിലാവുന്നില്ല. നമ്മളറിയാതെ പ്രാർത്ഥിച്ചു പോവുകയാണ്. എന്നും കളിക്കാറുള്ള പോലെ ഒരു എന്താ പറയുക, വല്ലിച്ചോണം ഷോട്ട് എന്നൊക്കെ പറയും, അറിഞ്ചും പുറിഞ്ചുള്ള അടികളൊക്കെ അടക്കി വെച്ചുകൊണ്ട് മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ്. ടൈമിങ്, പ്ലേസ്മെൻറ്റ്, പവർ, ഗ്രേസ്, പിന്നെന്താ പറയുക, നല്ല അടിപൊളി ഒരു ഫിനിഷിങ്. സാധാരണ ആരാധകർ ടെൻഷൻ്റെ മുൾമുനയിൽ കാണാറുള്ള ആ സ്ട്രൈക്ക് ഇന്ന് പീക്ക് എൻ്റർടൈനിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബിഗ് റിസ്ക് ബിഗ് റിവാർഡ് എന്ന രീതിയിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജു ഇന്ന് കരീബിയൻ കടലിൽ നങ്കൂരമിട്ടു. 50 ബോളിൽ 97 റൺസ് അടിച്ച് നോട്ട് ഔട്ടായി നിന്ന സഞ്ജു വിചാരിച്ചിരുന്നതിൽ ഒരു പേഴ്സണൽ മൈൽ സ്റ്റോണായ സെഞ്ചുറി നേടാമായിരുന്നു. പക്ഷേ വ്യക്തിഗത നേട്ടങ്ങൾക്ക് അപ്പുറം എപ്പോഴും ടീമിൽ തൻ്റെ റോള് നിർവഹിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് സഞ്ജു. ഇന്നും അതുപോലെ തന്നെ ഒരല്പം പോലും സെൽഫിഷായില്ല. കൃത്യമായ ഇടവേളകളിൽ വൻ പടക്കോപ്പുകളായിട്ടുണ്ടായിരുന്ന അഭിഷേക്, ഇഷാൻ, സൂര്യ, തിലക്, ഹാർദിക് ഇവരെയൊക്കെ അരിഞ്ഞിട്ട വിൻഡീസിന് സഞ്ജു മാത്രമായിരുന്നു വെല്ലുവിളി. കൃത്യമായ എല്ലാ ഇടവേളകളിലും ഇന്ത്യൻ വിക്കറ്റുകൾ വീണിരുന്നു. ഇനി വരാനിരിക്കുന്നത് സെമി ഫൈനലിൽ സഞ്ജു ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. താഴെ വീണ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം പിടിച്ചു വാങ്ങി ഉയർത്തെഴുന്നേറ്റ മലയാളിയുടെ കഥയ്ക്ക് ഒരു കിരീടത്തിൻ്റെ ആശീർവാദം കൂടി ലഭിക്കട്ടെ. 196 റൺസ് ചേസ് ചെയ്യുമ്പോൾ 5-ാം ഓവറിൽ 42-ന് 2 എന്ന നിലയിൽ പതറി നിന്ന ടീമിനെ സഞ്ജു കൈപ്പിടിച്ചുയർത്തിയത് അസാമാന്യ പക്വതയോടെയാണെന്ന് പറയാം. മാറ്റിവെക്കാൻ പറ്റാത്ത 4 പാർട്ട്ണർഷിപ്പുകളാണ് ഉണ്ടായത്. ഒന്ന്, സൂര്യകുമാറിനോടൊപ്പം 58 റൺസും, തിലക് വർമ്മയ്ക്കൊപ്പം 43 റൺസും, ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പം 38 റൺസും.
അവസാനം ശിവൻ ദുബയെ കൂട്ടുപിടിച്ച് വെറും 6 പന്തിൽ കളി ജയിപ്പിച്ച 20 റൺസിൻ്റെ കൂട്ടുകെട്ടും. റിക്വേർഡ് റൺ റേറ്റ്, വിക്കറ്റിൻ്റെ സ്വഭാവം, മഞ്ഞു വീഴുന്ന സാഹചര്യം, ഇവയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ള സഞ്ജുവിൻ്റെ ഒരു ഗെയിം അവയർനെസ് അത് എടുത്തു പറയേണ്ട ഒന്നാണ്. സ്പിന്നർമാരെയും പേസർമാരെയും നേരിടാനായിട്ട് കൃത്യമായിട്ട് ഹോംവർക്ക് നടത്തിയെത്തിയ ആത്മവിശ്വാസം അത് ആ ബാറ്റിങ്ങിൽ ഉടനീളം കാണുന്നുണ്ടായിരുന്നു. വെറും 50 പന്തിൽ നിന്ന് 97 റൺസ്, അതിനകത്ത് 12 ഫോറും 4 സിക്സറുകളും അടക്കം ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. അങ്ങനെ ബാറ്റ് വീശുമ്പോഴും അനാവശ്യമായ ഷോട്ടുകൾക്കൊന്നും ആൾ മുതിർന്നിട്ടില്ല. കൂടാതെ ഈ ഗ്രൗണ്ട് ഷോട്ടുകൾ, സുനിൽ ഗവാസ്കർ പറഞ്ഞ പോലെ വട നോക്ക്. വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ഈ സെമി ക്വാളിഫിക്കേഷൻ പോരാട്ടത്തിൽ സഞ്ജു ശരിക്കും ഒരു നായകനായിട്ട് മാറി. അതാണ് ന്യൂസിലാൻഡ് പരമ്പരയിലെ അവസരങ്ങളെക്കുറിച്ചും ഇപ്പം ഇത്ര നാളത്തെ വിമർശനങ്ങളും ടീമിലെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഉയർന്ന ചോദ്യങ്ങൾക്കെല്ലാം ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ. ആദ്യമായിട്ടൊരാളുടെ അടുത്ത് താങ്ക് യു പറയാൻ തോന്നുന്നതാണ് മനസ്സിനകത്തുനിന്ന്. മറ്റാരുമല്ല, ഗൗതം ഗംഭീറാണ് സഞ്ജുവിനെ വിശ്വസിച്ച് പിന്തുണ നൽകിയതിന്. പിന്നെ റിങ്കു സിംഗിൻ്റെ ആ ഒരു അഭാവമാണ് മുപ്പരാൾ ടീമിൽ ഇന്നായത് സഞ്ജു സാംസൺ. അത് എന്തുകൊണ്ടും നല്ലതാണ്. എനിക്ക് തോന്നുന്നു സഞ്ജു ടീമിലുണ്ടാവുന്ന ദിവസങ്ങളൊക്കെ ഒരു പ്രത്യേക ആത്മവിശ്വാസം ഇന്ത്യക്ക് വരുന്നുണ്ട്. അത് ആളുടെ ഒരു സ്റ്റാർട്ടിങ് അത് അത്രയും മികച്ചതാണ്. ഇന്നും നല്ല രീതിയിൽ തന്നെയാണ് ആൾ സ്റ്റാർട്ട് ചെയ്തത്. ആളാണ് ആദ്യം ഔട്ടാവാറ്. ഇപ്പോഴും തന്നെ അഭിഷേക് ശർമ്മ ആദ്യം ഔട്ടായതോടുകൂടിയിട്ട് സഞ്ജു സാംസൺ കളി ഏറ്റെടുത്തു. അത്ര എളുപ്പമല്ലാത്ത ഒരു ടോട്ടലിനെ ചേസ് ചെയ്ത് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ 82 റൺസിൻ്റെ റെക്കോർഡിനെ സ്വന്തം പേരിൽ മാറ്റി എഴുതി ലോകത്തിൻ്റെ മുഴുവൻ കയ്യടിയും കരസ്ഥമാക്കി സഞ്ജു. അങ്ങനെ സഞ്ജുവിൻ്റെ തോളിലേറി നമ്മൾ സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത മാച്ച് ഇംഗ്ലണ്ടുമായിട്ടാണ്. സ്കോർ കാർഡൊന്നും ഞാൻ പറയേണ്ട ആവശ്യം തന്നെയില്ല, എല്ലാവരും കളി കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിക്കിന്ന് വേറെ ആരെയും കുറിച്ച് പറയാനും തോന്നുന്നില്ല. ആകെ പറയാൻ പറ്റുന്നത് സഞ്ജു സാംസണാണ്. എങ്ങനെ വായ തുറന്നാലും സഞ്ജുവിലേക്കാണ് എത്താൻ പോകുന്നത്. ഒരിക്കൽ പോലും അന്ന് പറഞ്ഞ പോലെയുള്ള വർത്തമാനം പറയാനും അതിനൊപ്പമുള്ള ചിരി ചിരിക്കാനും സൂര്യകുമാർ യാദവിന് ആവതില്ലാത്ത വിധം ചക്കം കയറി മേഞ്ഞിട്ടുണ്ട്. അതാണ് കളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. നാക്കുകൊണ്ട് കൊടുക്കാൻ പാടില്ല, ഉയിരും ഉശിരുമുള്ള ബാറ്റ് കൊണ്ട് കൊടുക്കണം. സച്ചിൻ കൊടുത്തിരുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം പറയാൻ പറഞ്ഞു. പതിവ് പോലെ തന്നെ എതിർ ടീം അവന് വേണ്ടിയിട്ട് ലെഗ് സൈഡിൽ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ ഇത്തവണ ശാന്തനായിരുന്നു. എല്ലാ ബോളും ആക്രമിക്കാണ്ട് സിംഗിളുകളും ഡബിളുകളും സ്ട്രൈറ്റ് ബാറ്റ് ഷോട്ടുകളും ആ ഇന്നിങ്സിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ആർട്ടിലേക്ക് വന്നിട്ടുള്ള ബോളുകൾ മാത്രം ബൗണ്ടറി ഷോട്ടുകൾ, മനസ്സിലായോ? അതുമാത്രമാണ് ബൗണ്ടറി ഷോട്ടുകൾ അടിച്ചിട്ടുള്ളത്. സിക്സുകളേക്കാൾ ഗ്രൗണ്ടിൻ്റെ 4 പാടും ഫോറുകളാണ് പാഞ്ഞിരുന്നത്. അങ്ങനത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇപ്പോൾ ഈ പ്രഷർ സിറ്റുവേഷനിൽ പതറി കണ്ടിട്ടുള്ള സഞ്ജു ഇന്നത്തെ ഇന്നിങ്സിൽ തൻ്റെ ആത്മാവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. വിക്കറ്റുകൾ തുടരെ പോകുമ്പോഴും തൻ്റേതായ ഒരു ശൈലിയിൽ നിന്നുകൊണ്ട് ചേസിനെ നിയന്ത്രിച്ച അതിമനോഹരമായ ഇന്നിങ്സ്. നമുക്ക് ഈ വിക്കറ്റുകളൊക്കെ പോകുമ്പോഴും ടെൻഷൻ വരാത്തതിന് ഒരു കാരണമുണ്ട്. ഒരു മല പോലെ അപ്പുറത്ത് ചേസ് ചെയ്തിട്ട് ഇന്ന് ഞാൻ നോട്ട് ഔട്ടാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പുറത്തൊരാൾ മല പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇഷാൻ കിഷൻ പോയപ്പോഴോ അഭിഷേക് ശർമ്മ പോയപ്പോഴോ ഹാർദിക് പാണ്ഡ്യ പോയപ്പോഴോ വിക്കറ്റ് പോകുമ്പോൾ വിക്കറ്റ് പോയി അങ്ങനെ പറയുന്നല്ലാതെ നമ്മൾ ജയിക്കുന്നത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ തോൽക്കുന്നത് ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ്. നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്, ആർക്കും തളർത്താനാവില്ല. രാജ്യത്തിന് വേണ്ടിയിട്ട് ഇനിയും വലിയ നേട്ടങ്ങൾ നമ്മളെ സഞ്ജുവിന് കൊയ്യാനാവട്ടെ. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബുധനാഴ്ച
ആദ്യ സെമിയാണ്. അതിനുശേഷമാണ് നമ്മളെ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം വരുന്നത്. ആദ്യ സെമിയിൽ സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലാണ്. അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.